അപ്പൊ എല്ലാരും സ്മാർട്ടല്ലേ? അപ്പൊ നമ്മള് പുതിയൊരു ദിവസം തുടങ്ങുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇതൊരു സൈക്കിൾ ഉണ്ട് കേട്ടോ. സൈക്കിള് കാരണം നമ്മുടെ വണ്ടി പോയോണ്ട് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഒരു സൈക്കിൾ കിട്ടി. അപ്പൊ നേരെ നമ്മളെന്തായാലും ഒന്ന് കടയിലോട്ട് പോകാൻ വേണ്ടി ഫോണിന് നല്ല ചാർജും ഇല്ല, ആകപ്പാടെ പെട്ടിരിക്കുന്നു ഗൈസ്. നമ്മൾ നേരെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു സാധനവും മേടിക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട് ഗൈസ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം. അവനാണ് വീഡിയോ എടുത്തിട്ടിരിക്കണ. നേരെ സൈക്കിളിൽ ക്യാരിയറും കൂടെ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടല്ലേ. ഞങ്ങള് നടന്നു പോയിട്ടൊരവസ്ഥ കുറച്ചാളങ്ങനെ വണ്ടിയൊന്നും ഇല്ലാണ്ട് പെട്ടുപോയതാ. നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ഷോപ്പിലോട്ട് പോകാം ഗൈസ്. ഈ നൊസ്റ്റാൾജിയ ഫീലൊക്കെ നിങ്ങൾക്ക് അടിക്കണോ? സൈക്കിളൊക്കെ ചവിട്ടി ഒരു വീട്, അതൊരു കാലമല്ല, ആ കാലം ഞങ്ങളിപ്പോ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, നമ്മള് കടയിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മള് കടയിലെത്തിയിട്ടുണ്ട്. ഈ സാധനം ഇതൊക്കെ ഒന്ന് പുറത്തോട്ടിറക്കണം നമുക്ക്. അപ്പൊ വണ്ടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടിരിക്കണേട്ടാ. ഇവിടെ മൊത്തം ഇതായിട്ട് കിടക്കണേ. ഞാനൊന്ന് ഫോണും ചാർജ് ചെയ്തിട്ട് നമുക്കൊന്ന് പർച്ചേസിന് പോകാനുണ്ട് ഗൈസ്. എന്തായാലും സംഭവങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മള് സാധനമൊക്കെ എടുത്ത് കഴിഞ്ഞ് അവനോട് അടിച്ച് തൂത്തിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ടേബിൾ എടുത്തിട്ട് ഞാൻ നൈസായിട്ട് സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ടാ. നേരെ ബേക്കേഴ്സ് വരെ പോണം. പള്ളിയിൽ ചൊവ്വാഴ്ച കൊണ്ട് ആൾക്കാരൊന്നും കേൾക്കാൻ പറ്റൂല. എന്തായാലും നമ്മൾ നേരെ ബേക്കേഴ്സ് പോയിട്ട് വരാം. ബേക്കേഴ്സിനായിട്ട് തരാം. അപ്പൊ ഗൈസ് സ്പീക്കറാണ് കേട്ടോ ബേക്കേഴ്സ്. ഇതുവരെ എൻ്റെ ഉള്ളിൽ നിന്ന് സാധനം മേടിക്കണ്ടോ. ഇതൊക്കെ എഞ്ചിറോട്ടിയൊരു ഷോപ്പാട്ടാ. നൈസാണ് ഷോപ്പിന്റെ ഈ അകത്ത്. എന്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. നമ്മുടെ ഓരോ ഷോപ്പിനായിട്ടും വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, നമ്മൾ കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഷോപ്പിലായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. മനസ്സിലേ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ്. സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ഒരു ചെറിയൊരു സാധനം എടുക്കാൻ ഞാൻ കാണിച്ചാൽ എന്തായാലും അവിടെ ചെന്നിട്ട് നേരെ സെക്കൻഡ് ഫ്ലോറിലായിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണു. ഓക്കെ, ഈ ഒരു സാധനം ഇവിടെ ഒനിയൻ പൗഡർ എടുക്കണം. നമുക്ക് ഒരു ഗാർലിക് പൗഡർ എടുക്കണം. നമ്മൾ എന്തായാലും അവൻ തപ്പിയെടുത്തിട്ട് ഇറങ്ങിയിട്ട് വരാം ഗൈസ്. വേക്കൻസി എത്തിയപ്പോൾ 2 സ്ത്രീകൾ പിന്നെ ഒരു ചേട്ടനുണ്ട്. അല്ല ഒരു കാര്യം പറയൂ. ഇവിടെ മുട്ടൻ പണിയാട്ടോ, വെറുതെ ഇരിക്കണമാണ് ഇവരുടെയൊക്കെ പണി. അത് പേര് പറഞ്ഞോ. എല്ലാവർക്കും ലാഭമാണ് ഗൈസ്. എല്ലാരും ഓടി പോകാ. നമ്മള് സാധനം എടുത്തിട്ട് ഞാൻ പോട്ടെ. ഓക്കെ, ഞാൻ സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ബർഗറിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഇവിടെയൊക്കെ ചെയ്ത് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രൈ ആക്കി ഇങ്ങനെ പരത്തി വെച്ചേക്കണേ. ഇനി ഈസ്റ്റ് കൊണ്ട് ഇതും പൊങ്ങി വന്നോരെ അല്ലേ? പൊങ്ങി സമയം എന്തോ എടുക്കും? ഏകദേശം നമുക്ക് ഈ ഒരു ചെറിയൊരു ബർഗർ അടിക്കാനായിട്ട് 2 മണിക്കൂറോളം എടുക്കും. ഈ ബർഗർ ആവണം വിഷം വെച്ച് പോയിട്ടോ. സൈക്കിളും ചവിട്ടി അവിടെ വരെ വന്ന് നല്ല വെയിലത്തൊക്കെ വണ്ടി സൈക്കിളൊക്കെ ചവിട്ടി വരാൻ നല്ല രസമുണ്ട്. ആരെങ്കിലും ചവിട്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തോ ഗൈസ്. ഈ പ്രായത്തിലൊക്കെ നടക്കുള്ളൂ ഇതൊക്കെ. അപ്പൊ എന്തായാലും ബർഗർ ആകുമ്പോഴേക്ക് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഓക്കെ, നമ്മള് ബണ്ണ് ഏകദേശം ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷേപ്പ് ഒരു സുഖമില്ലല്ലേ? ഒരു ഫ്ലാറ്റ് ബർഗറായി പോയത്. നമ്മൾ എഗ് വാഷ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എഗ് വാഷ് ഒക്കെ ചെയ്ത് ഇത്ര ആക്കി. ഇനി നേരെ നൈസായിട്ട് സെസമി സീഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നൈസായിട്ട് നേരെ ഓവൻ്റെ ഉള്ളിലായിട്ട് കയറ്റും. ആഡ് ചെയ്യണ്ടിരിക്കണേ. നേരെ ഇത് ഇറങ്ങി വരുമ്പോ കാണാൻ കേട്ടാ നമുക്ക്. അപ്പൊ ബണ്ണ് റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ബണ്ണിന്റെ സോഫ്റ്റ്നെസ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. എന്താ ഒരു ഇത് വെച്ച് തുടങ്ങുക. ഗ്ലൗസ് ഇട്ടിട്ട് ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തുടങ്ങില്ല. അപ്പൊ സാധനം ബണ്ണ് ഏകദേശം റെഡിയായും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് ഫ്രഷ് ബണ്ണ് ഇപ്പൊ അടിച്ചിറക്കിയ ബണ്ണാണ്. ഇന്ന് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനൊക്കെ ഇതിലും ബണ്ണ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് റെഡി ആക്കിയിട്ട് വരാം ഗൈസ്. ബാക്കി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊരു സാധനം കൂടി മേടിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ലുലുവിൽ വന്നിരിക്കണം കേട്ടോ. ലുലു എന്നാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മളെ സഹായിക്കാനായിട്ട് ശരത്തും വന്ന് എത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്കൊരു ഹാംസ് മേടിക്കാൻ വേണ്ടി പോകണം ഗൈസ്. ലുലു ഹൈപ്പറിലായിട്ട് നേരെ ഹൈപ്പറിലായിട്ട് പോടാ. നടക്കണം. അപ്പൊ ഞാൻ ലുലു പോയി സാധനങ്ങളൊക്കെ മേടിച്ചേട്ടാ. ഒരു ഹാംസ് മേടിക്കാൻ പൊക്കാശ്ശേരി വെക്കണം. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൂടി ചെറുതൊന്നും എടുത്തായിരുന്നു. അപ്പൊ ടോട്ടലി ഏകദേശം 363 രൂപയുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. പ്രൈസ് ഞാൻ കാണിച്ചു തരാം. നമ്മളെടുത്ത പ്രൈസ് കഴിച്ച് ഈ പ്രൈസാണ് കൊണ്ടാണ് നമ്മൾ പോയിട്ട് വന്നത്. അപ്പൊ പൊട്ടിച്ചൊരു കസ്റ്റമർ ഉണ്ട് തന്നെ. ശരത്തിന് ലോ പ്രൈസ് ആണോന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ഭയങ്കര ക്ഷീണോന്ന്. ഫുഡൊക്കെ കഴിക്കാതെ തന്നെയാണ് ഉറക്കം ശരിയാവാത്തന്നെ. തളർന്നു പോണ് കഴിച്ചു. എന്തായാലും കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വരാം. കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല. പിന്നാണ് ഇപ്പൊ നമ്മുടെ കസ്റ്റമർ അടിക്കണത്. അപ്പൊ നമുക്ക് നേരെ സാധനങ്ങളായിട്ട് കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രണ്ടാകുന്നുണ്ടോ? കാരണം ഞങ്ങള് പെട്ടുപോയി ഗൈസ്. മൊത്തത്തിലും മഴയൊക്കെയായിട്ട് ആകപ്പാട് ട്രിപ്പായിരുന്നു. പബ്ജി കളിയായി. ചേട്ടൻ ഒരു കാര്യം പറയാം. അപ്പൊ ഈ കാര്യം പറഞ്ഞ ഈ വീഡിയോ നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ ബൈ.